ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഓർക്കിഡ് കളക്ഷൻസും അതേപോലെ ഓർക്കിഡ് കെയറിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റികളും കാണിച്ചു തരാം. മഴ ഏൽക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഷെൻസൈഡിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് കൊടുത്ത പ്ലാന്റാണ്. അപ്പോൾ അതിൽ പൂവ് ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമായി. ഒരു പൂ നമ്മൾ കരിഞ്ഞു പോയിട്ടുണ്ട്, 2-3 പൂക്കൾ കൊഴിഞ്ഞു പോയി, ഒരു പൂ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വെച്ചതിന് ശേഷം പറഞ്ഞു തന്നിട്ടുള്ള ഫ്ലവറാണ്. ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലവർ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് മറ്റൊരു പ്ലാന്റ്. ഇത് നേരത്തെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് കേടായി പോയിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയാൽ അറിയാം, അതിൻ്റെ തലഭാഗം കേടായിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പുതിയ മുകുളങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മരക്കരി അതേപോലെ ഈർച്ചപ്പൊടിയും കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും മാത്രമാണ് ഈ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേരുകളൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിലും ഫ്ലവർ ഉണ്ടായിരുന്നു, ഫ്ലവർ ഉണങ്ങി കരിഞ്ഞു പോയതാണ്. ഇത് അതേപോലെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ ലീഫുകളാണ്. വലിയ ലീഫുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഒരു നീല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ ഒരു വെറൈറ്റി, ഇതിലും പുതിയ തൈകൾ മുകളിൽ ഒരു പുതിയ തൈ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ വന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്താണ് പുതിയ തൈ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റിവിടാനുള്ള ഒരു ചെടിയാണ്. പുതിയ തൈകൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാറ്റി നടാം. ചുവട്ടിലും ചെറിയ മുകുളങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചെടികൾക്ക്. പിന്നീട് നമ്മൾ സാഫൊക്കെ ഒഴിച്ച് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം വന്നിട്ടുള്ള ലീഫുകളാണ്. ആ ഡെൻഡ്രോബിയം വെറൈറ്റിയിലെ കട്ടിങ് നമ്മൾ എടുത്ത് വെച്ചാണ്. അത് ചെറുതായിട്ടൊന്ന് ഇതിൽ വേരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡാൻസിങ് ഗേൾ ഓർക്കിഡാണ്. ഈ ഒരു ഓർക്കിഡിൻ്റെ പ്രത്യേകത, നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാവും. കെയറിങ് കുറഞ്ഞൊരു കെയറിങ് മതി. യെല്ലോ ഫ്ലവറായിട്ട് ഇതിന് മുകളിൽ നോക്കിയാൽ കുറച്ച് മുകളിലായിട്ട് യെല്ലോ ഫ്ലവർ ഇത് നിൽക്കുന്നുണ്ട്. നിറയെ പൂക്കളുണ്ടാകുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ തൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇതിൽ ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ അറിയാം, കൂട് കാണാം. ഈ ഒരു ഓർക്കിഡ് വെറൈറ്റി നല്ല ഭംഗിയുള്ളൊരു ഓർക്കിഡ് വെറൈറ്റിയാണ്. നമുക്ക് ഇതേപോലെ പോസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന കട്ടിങ്ങുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ ഇതേപോലെ വളർന്നു വരുന്നുണ്ട്. പൂമുട്ടുകളൊക്കെ നിറയെ. കൂട്ടുന്നു അമ്മക്കിളി ഇപ്പോൾ പറന്നു പോയിട്ടുണ്ട്. നമുക്ക് അവരെ ശല്യപ്പെടുത്താതെ മറ്റൊരു വെറൈറ്റി നോക്കാം. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ്, പീജിയൻ ഓർക്കിഡ് എന്ന് പറയും. നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. 1 മാസം മുന്നേ ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. ഈ കാണുന്ന ഓരോ ഭാഗത്തു നിന്നും പൂക്കളുണ്ടാവും. പൂക്കളായി വരുന്നതേ ഉള്ളൂ. മുഴുവൻ പൂക്കൾ വിരിയുന്ന സമയത്ത് ചെടിയിൽ മൊത്തമായിട്ട് പൂക്കളുണ്ടാവും. നല്ല ഭംഗിയുള്ള നല്ല സ്മെല്ലും ആയിരിക്കും. ഈ ഒരു ചെടി നമുക്ക് മരത്തിന് മുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം ഒരു കവുങ്ങാണ്. കവുങ്ങിൻ്റെ മുകളിൽ നമ്മൾ ആ ചെടി മാത്രം വെച്ച് കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ചെടി അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേനലൊക്കെ ആകുമ്പോൾ നനച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ വളമായിട്ട് നമുക്ക് ചാണകം കുറച്ചൊന്ന്, പിന്നെ മുകളിലേക്ക് പച്ച ചാണകം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ ലിക്വിഡായിട്ട് എന്തെങ്കിലും വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ച ചാണകമാണ് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാറ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓർക്കിഡ് കളക്ഷൻസും അവരുടെ വിശേഷങ്ങളും. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗാർഡനിലെ കുറച്ച് ഓർക്കിഡ് വെറൈറ്റികൾ കൂടി കാണിച്ചു തരാം. നിറയെ വെറൈറ്റികളാണ് ഈ ഒരു നമ്മുടെ കളറിൽ നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ടാകുക. അതിൽ ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ നമ്മൾ അന്ന് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. അതിനുശേഷം നമുക്ക് വിരിഞ്ഞ പൂക്കളാണ് ഇപ്പോൾ കണ്ടതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.